ഹായോ ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് 2025 വർഷത്തിലേക്ക് കേരള PSCയിൽ നിന്ന് എന്തൊക്കെയാണ് എക്സാമുകൾ വരാൻ പോകുന്നതും അതുപോലെ ഓൾറെഡി ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വിളിച്ച് കഴിഞ്ഞിട്ടുള്ളതുമായിട്ടുള്ള എക്സാമുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം പറയാൻ പോകുന്നത് ഒരു പോസ്റ്റിനെ കുറിച്ചാണ്. ലെക്ചർ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ്, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോസ്റ്റാണിത്. ഇത് ഇതുവരെ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടില്ല, പക്ഷേ ഈ വരാൻ പോകുന്ന വർഷത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു നോട്ടിഫിക്കേഷനാണിത്. ഓൾറെഡി നമ്മൾ ഈ ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസും പ്രീവിയസ് ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാലും ജസ്റ്റ് ഒന്ന് പെട്ടെന്നൊന്ന് ഷോർട്ടായിട്ട് പറയാം. ലാസ്റ്റ് എക്സാം നടന്നത് കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 19/2019 ആണ്. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ക്ലാസ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ അപ്രോപ്രിയേറ്റ് ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി. ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് ACT സ്കെയിലാണ്. അതുപോലെ ഒരു കാര്യം, ഇതിൻ്റെ ബ്രാഞ്ച് എന്ന് പറയുന്നതിനകത്ത് വരുന്നതാണ് ഡിഗ്രി ഇൻ ഇലക്ട്രോണിക്സ്, ഡിഗ്രി ഇൻ അപ്ലൈഡ് ഇലക്ട്രോണിക്സ്, ഡിഗ്രി ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്. ഓക്കെ, ഏജ് ലിമിറ്റ് വന്നേക്കുന്നത് 20 to 39 ആണ്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് എക്സാം നടന്നിട്ട് അതിൻ്റെ ലിസ്റ്റ് എഫക്റ്റ് ആയത് 11/10/2022 ആണ്. അപ്പം ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം 2 വർഷം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു PSCയുടെ ഒരു രീതി അനുസരിച്ച് ലിസ്റ്റിന് ഏകദേശം 2 വർഷത്തോളം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ അവർ പുറത്തുവിടാൻ സാധ്യത കൂടുതലാണ്. അപ്പം നമുക്ക് ഉടനെ തന്നെ പ്രതീക്ഷിക്കാമെന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം ഇതാണ്. അന്നത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 46.67 ആയിരുന്നു. മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 67.33 ആണ്. ടോട്ടൽ അഡ്വൈസ് ആണെന്നത് 95-ഉം മെയിൻ ലിസ്റ്റിലുള്ള കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം 129 ആയിരുന്നു. അപ്പം വരാൻ പോകുന്ന 2025 ഒരു ഇമ്പോർട്ടൻ്റ് എക്സാമാണ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ച്. അപ്പോൾ ഇതിൽ പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിക്കോ. കാരണം നമുക്ക് എത്രയും വേഗം തന്നെ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഈ അടുത്ത ഒരു എക്സാം എന്ന് പറയുന്നത് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ വരും. അതായത് ഈ മാസം 31/12/2024 വരാൻ പോകുന്ന ഒരു നോട്ടിഫിക്കേഷനാണിത്. എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് ബാർ ഓവർസിയർ ഗ്രേഡ് 1 പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ നടന്ന സമയത്ത് ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 39,500 to 83,000 ആയിരുന്നു. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 to 36 ആണ്. ഇത് ലാസ്റ്റ് എക്സാം നടന്ന സമയത്താണ്. അപ്പം ഈ വർഷം ഇപ്പോൾ പുതിയ നോട്ടിഫിക്കേഷൻ വരും, 31-ാം തീയതി വരും. അപ്പോൾ അതിനുശേഷം പുതിയ എന്തെങ്കിലും മാറ്റങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പുതിയ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നതാണ്. ഇതിൻ്റെ ക്വാളിഫിക്കേഷനൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കുറേയധികം പറയാനുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഒത്തിരി പറയുന്നില്ല. ഓൾറെഡി അത് വീഡിയോയിലുണ്ട്. അപ്പോൾ നമുക്കത് വീഡിയോ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കയറി കണ്ടു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് ലാസ്റ്റിൽ എങ്ങനെയായിരുന്നു ഉള്ളതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, പിന്നെ ഇതിൻ്റെ എക്സാം നടന്നപ്പോൾ അതിൻ്റെ ഡേറ്റ് ഓഫ് എഫക്റ്റ്, അതായത് റാങ്ക് ലിസ്റ്റ് വന്നത് 9/3/2023 കട്ട് ഓഫ് 62.67 ആണ്. ടോട്ടൽ അഡ്വൈസ് നടന്നിട്ടുള്ളത് ഇതുവരെ 13 ആണ്. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ മെയിൻ ലിസ്റ്റ് 20 ആണ്. എനിക്ക് തോന്നുന്നു മെയിൻ ലിസ്റ്റിലെ കാൻഡിഡേറ്റ്സിനാണ് 20 ആണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ആളുകളെ ഉള്ളൂ ഇനിയും റിമൈനിങ് ആയിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കാം പുതിയ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ ഈ 31-ാം തീയതി വരാൻ കാരണം. ഇതിൻ്റെ നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് ആ വീഡിയോയിൽ നോക്കിയാൽ മനസ്സിലാവും. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ വരുന്ന വേറൊരു എക്സാമാണ് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ. ഇത് ഓൾറെഡി വിളിച്ച് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഓൾറെഡി ഇതിൻ്റെ എക്സാം നമുക്ക് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ മാർച്ച് വരെ ഏതായാലും എക്സാം ഇല്ല. അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് വന്നപ്പം മാർച്ച് വരെ നമുക്ക് എക്സാം വരുന്നില്ല. പക്ഷേ മേ ബി ഏപ്രിലോ ഒക്കെ ആയിട്ട് ഇനിയും മെയിലോ ഒക്കെ ആയിട്ട് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്. ഇത് ഓൾറെഡി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട കോഴ്സുമൊക്കെ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതും ഒരു മുന്നോട്ടുള്ള സമയത്ത് ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ പ്രതീക്ഷിക്കാവുന്ന ഒരു എക്സാം തന്നെയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറയുന്നത്, നമ്മൾ പോളി ലെക്ചർ ഇലക്ട്രോണിക്സിൻ്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലൈവ് പ്ലസ് റെക്കോർഡ് കോഴ്സസ് ആണ്. അതുപോലെ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസും മോക്ക് ടെസ്റ്റും മോഡൽ എക്സാമും അതുപോലെ തന്നെ എക്സാം വരെയുള്ള ഇൻറ്റൻസീവ് ട്രെയിനിങ്ങും മെൻറ്റർഷിപ്പും എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു ബാച്ചാണ്. ഇത് ഓൾറെഡി നമ്മൾ ഇതിൻ്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി കുറച്ച് ക്ലാസ്സസ് ആയിട്ടുണ്ട്, ഒരു 6-7 ക്ലാസ്സസ് ആയിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കൊടുത്തിട്ടുള്ള നമ്പറിലോ അല്ലെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള ഫോമിലോ വിളിച്ച് അഡ്മിഷൻ എടുക്കാവുന്നതാണ്.
ഇനി അതുപോലെ തന്നെ നമ്മളിനി ഉടനെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരു കോഴ്സാണ് എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് ഓവർസീസ് ഗ്രേഡ് 1 ഇലക്ട്രോണിക്സ് പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ഉടനെ വരാൻ പോകുന്നതാണെന്ന് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അത് ഉടനെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അതിലും ഈ പറയുന്ന പോലെ ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കും, അതുപോലെ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ടാവും, മോക്ക് ടെസ്റ്റ് ഉണ്ടാവും, ഇൻറ്റൻസീവ് ട്രെയിനിങ് ഉണ്ടാവും, എക്സാം വരെയുള്ള, അതുപോലെ തന്നെ മെൻറ്റർഷിപ്പ് എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു ബാച്ചാണ്. ഉടനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതുപോലെ തന്നെ ഓൾറെഡി നമ്മൾ ഇലക്ട്രോണിക്സിൻ്റെ ഇപ്പോൾ UWDയുടെ ബാച്ച് റണ്ണിങ് ആണ്. അപ്പോൾ നമുക്ക് ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ 3 ബാച്ചസ് ആണുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻഡിവിജ്വലായിട്ടോ ഈ ബാച്ചസ് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു കോംബോ എന്നുള്ള രീതിയിൽ നമ്മൾ ബാച്ച് വരുന്നുണ്ട്. അപ്പോൾ ആ കോംബോ വേണേലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളൊക്കെ അറിയാൻ നിങ്ങൾ താഴെ നമ്പർ വിളിക്കുകയോ അല്ലെങ്കിൽ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുകയോ ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ഗുഡ് ബൈ.